ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ. മാമ്പഴപ്പുളിശ്ശേരിയുടെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. പണ്ടത്തെ സ്കൂൾ പൂട്ടാവാൻ കാത്തിരിക്കും ഞങ്ങൾ. ഉറക്കത്തിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് നേരെ പോണത് തൊട്ടപ്പുറത്തെ പറമ്പിലേക്കാണ്. കാട് പിടിച്ചെടുക്കുന്ന പറമ്പാണെങ്കിലും രണ്ട് വലിയ മാവുണ്ട്. ഈ മാവ് നിറയെ മാങ്ങകളാണ്, നല്ല ചപ്പിക്കുടിയ മാങ്ങകൾ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെല്ലുന്നവർക്കാണ് ഈ മാങ്ങകൾ കിട്ടത്തുള്ളൂ, പെറുക്കിയെടുക്കണം. തലേ ദിവസം കാറ്റും മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും നേരത്തെ ചെല്ലണം, അല്ലെങ്കിൽ വേറെ കുട്ടികൾ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെന്ന് പറക്കിയാലേ നമുക്ക് മാങ്ങ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മാങ്ങയെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടേ നമ്മൾ അടുത്ത കലാപരിപാടികൾക്ക് പോകത്തുള്ളൂ. പിന്നെ നമ്മുടെ വിഷുവിന് മാമ്പഴപ്പുളിശ്ശേരി ഇല്ലാതെ വിഷു ആഘോഷിക്കാറേ ഇല്ല. എല്ലാ വിഷുവിനും സദ്യക്കും മാമ്പഴപ്പുളിശ്ശേരിയും ഉള്ളിത്തീയലും വിഷുക്കഞ്ഞിയും എല്ലാം ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഓർമ്മകളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർമ്മകളെല്ലാം മനസ്സിൽ നിന്ന് മറക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ ഓരോ കറികളാണെങ്കിലും ഓരോ രുചികളാണെങ്കിലും എല്ലാം ഓർക്കുമ്പോഴേക്കും നമ്മുടെ പഴയ ഓർമ്മകളിലേക്കാണ് എല്ലാം പോകുന്നത്. അപ്പോൾ ഈ നല്ല പഴമാങ്ങ നമ്മൾ ഉപ്പും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായിട്ട് വേവിക്കണം. മധുരത്തിന് വേണ്ടി ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ചത് ചേർത്ത് നല്ല കട്ട തൈരൊഴിച്ച് തിളയ്ക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കടുകും ഉലുവയും കറിവേപ്പിലയും കൂടി കൂട്ടി താളിച്ചൊഴിക്കുക. നല്ല ടേസ്റ്റുള്ള മാമ്പഴക്കറി